ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 2024 അതായത് ഈ വർഷം ഫൈനൽ സെമസ്റ്റർ എക്സാമും എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന ആ ഒരുപാട് തോട്ട്സുകളുണ്ട്. ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ 2016 ഈ ഒരു ഫേസിലൂടെ 2016 ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയ സമയത്തുള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ 2024 ജൂണിൽ ഈ എക്സാം എഴുതി ഇനി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക. കഴിഞ്ഞ വർഷം 2023 കംപ്ലീറ്റ് ആയവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലം, അതായത് നമ്മൾ ജസ്റ്റ് ബിടെക് കഴിയുന്നു. ബിടെക് കഴിയുന്ന സമയത്ത് ഒരു പ്ലേസ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും. അടിച്ചു പൊളിക്കാൻ പറ്റിയ സമയമാണ് ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത്. റിസൾട്ട് വരുന്ന ആ ഒരു ടൈം വരെയുള്ള സമയം നമുക്ക് അടിച്ചു പൊളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്ലേസ്മെൻറ്റ് കുറവാണെങ്കിൽ ഇത്തവണ നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാമ്പസുകളിലും പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവാണ്. അത് സംഭവിക്കാറുണ്ട് കേട്ടോ. അത് ഓരോ 4 വർഷം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്ലേസ്മെൻറ്റിലൊരു ഡിപ്പ് സംഭവിക്കാറുണ്ട്. റെസഷനൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിപ്പ് സംഭവിക്കാറുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി 2024 ഇപ്പോൾ അത് സംഭവിച്ചിട്ടുള്ളത്. 2024 കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റ് എല്ലാ ഏരിയയിലും IT സെക്ടർ ആയിക്കോട്ടെ മറ്റേത് സെക്ടറിൽ നോക്കുകയാണെങ്കിലും പ്ലേസ്മെൻറ്റ് കുറവായിട്ടാണ് കാണുന്നത്. സോ പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ഉദ്യോഗാർത്ഥികളായിരിക്കും ഒരുപാട് പേര് ഉണ്ടാവുക. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അവിടെ എനിക്ക് നിങ്ങളെ കുറച്ചെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇനി എന്ത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിന് മുന്നിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ അവൈലബിൾ ആണ്. അതിൽ ഞാൻ ചില പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണ്. ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യം പെട്ടെന്നൊരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാവുന്നത് തന്നെയാണ് PSC എന്ന് പറയുന്ന കാറ്റഗറി. ഓക്കെ, PSCയിൽ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതേപോലെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും PSCയുടെ ഒരുപാട് എക്സാംസുകൾ റെഗുലറായിട്ട് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. മറ്റു ബ്രാഞ്ചസുകാർക്ക് എക്സാംസ് ഇല്ല എന്നല്ല, ഏറ്റവും കൂടുതൽ എക്സാംസുകൾ വരാറുള്ളത് ഇലക്ട്രിക്കൽ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഗവൺമെൻറ് സെക്ടറിൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാറുള്ളത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് PSC എക്സാംസുകൾ. PSC എക്സാംസുകൾ തന്നെ പല തരത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കലിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസും ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് KSEB ആണ്. KSEBയിൽ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പോസ്റ്റ്, അതേപോലെ സബ് എഞ്ചിനീയർ പോസ്റ്റ്, അതേപോലെ തന്നെ അസിസ്റ്റൻ്റ്, ഇത് KSEBയിലല്ല, അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് PSCയിൽ ലഭിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ PWD, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ KWA, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ദെൻ ബിടെക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന മറ്റൊരു പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്ക്. ഇതൊക്കെ ബിടെക്കുകാർക്ക് ലഭിക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ്. സോ ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ അതേപോലെ ബിടെക് സിവിൽ ഇതുപോലെ ഉണ്ട്, ഇഷ്ടംപോലെ വേക്കൻസീസ് ബിടെക് സിവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ PSC ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ PSC എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. ഒരിക്കലും നിങ്ങളൊരു 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടോ ജോബിൽ കയറാന്നുള്ള രീതിയിൽ പഠിക്കരുത്. കാരണം PSCയുടെ പ്രത്യേകത, നമ്മൾ ആ PSC ജേണിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 2 ഇയേഴ്സിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലൊക്കെ PSC കുറഞ്ഞ വേക്കൻസീസ് ഉള്ള പോസ്റ്റുകളിലേക്കായിരിക്കും വിളിക്കുന്നുണ്ടാവുക. പിന്നെ ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഉള്ള പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്കതങ്ങ് എന്ത് ചെയ്യാം, അതങ്ങ് ക്രാക്ക് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലായിരിക്കും എക്സാംസുകളൊക്കെ നടക്കുന്നുണ്ടാവുക. സോ അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ, റൈറ്റ്. ഇനി അതല്ല, PSC അല്ല, രണ്ടാമത് മറ്റൊരു ഓപ്ഷനായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്ക് അബ്രോഡൊക്കെ പോയിട്ടൊന്ന് സെറ്റിൽ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ എത്രയും പെട്ടെന്ന് ഒരു വിത്തിൻ 6 months ഒക്കെ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്സ്കില്ലിംഗ് കോഴ്സുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്സ്കിൽ, അതായത് ഇനി ഈ പല ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ 2024 ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാണെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയാറുള്ളത്, 2024 നിങ്ങളുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റോ വെച്ചിട്ടായിരിക്കില്ല നിങ്ങളുടെ ജോബ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ സ്കിൽ എന്നുള്ളതാണ്. നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ അക്വയർ ചെയ്യാൻ, നിങ്ങളെ ഹയർ ചെയ്യാൻ കമ്പനീസ് റെഡി ആയിരിക്കും. സോ നിങ്ങൾ സ്കിൽഡ് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു ബിടെക് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരിക്കലും കമ്പനീസിൽ നിങ്ങളത്ര വേണ്ടത്ര ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവില്ല. സോ നിങ്ങൾ സ്കിൽഡ് ആവുക എന്ന് പറയുന്നത് പല മേഖലയിൽ നിങ്ങൾക്ക് സ്കിൽഡ് ആവട്ടോ. ഇപ്പം നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിറ്റി സർവേയിങ് ഉണ്ട്, അതേപോലത്തെ സർവേ കോഴ്സ് ഉണ്ട്. ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം MEP കോഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്, അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇലക്ട്രിക്കൽ ഡിസൈനിങ് കോഴ്സസ് വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും അപ്സ്കില്ലിംഗ് കോഴ്സസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുക എന്നുള്ളതാണ്, അല്ലേ? ഹയർ സ്റ്റഡീസിന് പോവുക. അതിനുവേണ്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എക്സാമാണ് ഗേറ്റ് എക്സാം അഥവാ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു എഞ്ചിനീയർക്ക് പോകാൻ ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഗേറ്റ് എക്സാം. ഗേറ്റ് ആക്ച്വലി 1 ഇയർ ആയിരിക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. അതായത് 1 ഇയർ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 1 ഇയർ ഇല്ല, ഇനി വരുന്ന ഫെബ്രുവരിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 6-7 മാസമായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവുക. സോ നെക്സ്റ്റ് 7 മന്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഗേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 ഞാൻ ബേസിക്കലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെയുണ്ട് മാനേജ്മെൻറ്റ് കോഴ്സസിലേക്ക് MBA ഒക്കെ എടുത്തിട്ട് പോകുന്ന ഓപ്ഷൻസുകളുണ്ട്. ഇതൊക്കെയാണ് നിലവിലുള്ള ഓപ്ഷൻസുകൾ. അതേപോലെ തന്നെ PSCയിലേക്കാണെങ്കിൽ ഞാനിപ്പോൾ PSC പറഞ്ഞതൊക്കെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. എന്നാൽ ജനറൽ PSCസിലേക്ക് നമുക്ക് പോവാം, പ്രൊവൈഡഡ് നിങ്ങൾക്ക് അതിനോട് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ നിങ്ങളുടെ കരിയറിലേക്ക് ഒരു വെളിച്ചം വീശുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഏത് സ്റ്റേജസിലേക്ക് പോവുകയാണെങ്കിലും എനിക്കൊരു കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഈ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴ്സസും അതേപോലെ തന്നെ അപ്സ്കില്ലിംഗ് മേഖലയിലേക്ക് പോകാനാണെങ്കിലും എല്ലാത്തിലും എൻട്രി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എല്ലാ മേഖലയിലും എൻട്രിയുടെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്സ്കില്ലിംഗ് ആയിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, PSC എക്സാംസുകളായിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ എൻട്രി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി നിങ്ങളെ ഈ എക്സാമിന് വേണ്ടി പ്രാപ്തരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സോ നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് സെഷൻസുകളും കൗൺസിലിംഗ് സെഷൻസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ കരിയർ നന്നായിട്ട് സെറ്റ് ചെയ്യുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.